അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലം ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. പക്ഷേ നമ്മളൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും തുണി നനഞ്ഞത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുമാതിരി ഒരു മണമായിരിക്കും അതിൽ. അതൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഫ്രഷായിട്ട് തുണികൾ ഉടുത്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ ചെറിയ 2-3 വിദ്യകളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. എല്ലാവരും കാണുക, ഇഷ്ടപ്പെടുക, ലൈക്സ് കൊടുക്കണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെൽ അടയാളത്തിൽ ടച്ച് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന് കാണും, ഏറ്റവും മേലെ ഓൾ ഓപ്ഷൻ, അതിലും കൂടി ടച്ച് ചെയ്ത് നമ്മളെ തുടർന്ന് വീഡിയോ കിട്ടും. ഏറ്റവും ആദ്യം നമ്മൾ തുണി അലക്കുമ്പോൾ മെഷീൻ ആയിക്കോട്ടെ, കൈകൊണ്ട് ആയിക്കോട്ടെ, ബക്കറ്റ് വാഷ് ആണെങ്കിലും നമ്മൾ സോപ്പ് പൊടിയോടൊപ്പം അല്പം അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അത് ആ ഫംഗസ് വരാതിരിക്കാൻ, ആ മണം ഉണ്ടല്ലോ, അത് മഴക്കാലത്തൊരു തരം മണമായിരിക്കും തുണിയിലൊക്കെ, അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണിത്. നിങ്ങൾ ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, നമുക്കിത് മുക്കി വെച്ചതിന് ശേഷം കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്നൊരു തുണി നമുക്ക് അത്യാവശ്യമാണ്, അതൊന്ന് ഉണങ്ങി കിട്ടണം. നമ്മൾ എത്ര പിഴിഞ്ഞാലും അതൊന്നും അത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് കട്ടിയുള്ളൊരു ടർക്കി ടവൽ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആ തുണി ഒന്ന് നിവർത്തിയിടുക. കണ്ടില്ലേ, ഇത് നല്ല നനവാണ്, വെള്ളം ഉറ്റണ പോലെയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടർക്കി ടവലിലോട്ട് വിരിച്ചിട്ട് ഇടണം. എന്നിട്ട് മടക്കണം. ഓരോ മടക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ടർക്കി ടവൽ പിന്നെ നമുക്ക് നിവർത്തി ഇട്ടാൽ മതിയല്ലോ. അത്യാവശ്യമുള്ള തുണിയുള്ളത് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് തുണി കൊണ്ട് തുണി ഉണക്കാം. ഇത് നമ്മൾക്ക് ഈ ടീഷർട്ടൊന്ന് ഇങ്ങനെ നിവർത്തിയിടാം. അതിനുശേഷം ഈ ഭാഗം കൊണ്ട് ഇങ്ങോട്ടേക്കൊന്ന് മടക്കിയിടാം. ഇങ്ങനെ മടക്കണു. എന്നിട്ട് ഇപ്പുറത്തെ താഴത്തെ ഭാഗവും മേലോട്ട് മടക്കിയിടണം. കണ്ടില്ലേ, അപ്പോൾ ആ ടർക്കി ടവലിൻ്റെ ഒരു മടക്കിൻ്റെ ഉള്ളിലാവും ഷർട്ട്. അപ്പോൾ ഇതും ഇങ്ങോട്ടേക്ക് വെക്കാം. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗവും ഇങ്ങോട്ട് മടക്കണം. കണ്ടില്ലേ, ആ സൈഡും കൂടി ഇങ്ങോട്ട് മടക്കി വെക്കാം. കണ്ടില്ലേ, ഫുൾ കവേർഡായി. ഇനി ഒന്ന് റോൾ ചെയ്യുകയോ അല്ലെങ്കിൽ സാധാരണ ഇപ്പം മടക്കിയപ്പോൾ തന്നെ ഒന്നും കൂടി മടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് പിഴിയാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ. അതർവൈസ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അമർത്തിയാൽ മതി, ഒരു പ്രയാസവും ഇല്ല. തിരിച്ചു മറിച്ചിട്ടോ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ തുണിയിലുള്ള വെള്ളമൊക്കെ ഈ ടവലിലോട്ട് പിടിക്കും. കണ്ടില്ല, ഇങ്ങനെ മടക്കി കൊടുക്കുക, അമർത്തി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് റോൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ആ വെള്ളം ഇതിലോട്ട് അങ്ങോട്ട് പിടിക്കും. നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സിട്ട് വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒന്ന് കാറ്റത്തിട്ടാൽ മാത്രം മതി. വിൻഡോസ് നല്ല മഴയാണെങ്കിൽ നമുക്ക് വിൻഡോയുടെ ഉള്ളിലൂടെ കാറ്റ് വരുമല്ലോ. അപ്പോൾ മഴ തട്ടാത്ത ഒരു ഭാഗത്ത് ഒരു ഹാങ്ങറിലോ അല്ലെങ്കിൽ അയലുണ്ടെങ്കിൽ അയലിൽ തൂക്കിയിട്ടാൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് നമുക്ക് നിവർത്തി നോക്കാമല്ലോ. വെള്ളമൊക്കെ കണ്ടില്ലേ ടവലിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ ബനിയന് നന്നായിട്ട് ഉണങ്ങിയ പോലെ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് കാറ്റ് കൊള്ളുകയോ അല്ലെങ്കിൽ പവർ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്യുക. അതുമല്ലെങ്കിൽ ഒരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് നല്ല ചൂട് കാറ്റ് കൊടുത്താൽ ഉണങ്ങി കിട്ടും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ വേറൊരു സൂത്രമുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നമ്മൾ കാണിക്കുന്നതാണ്. വേറൊരു സൂത്രമുണ്ട്, ഉപ്പ് കൊണ്ടുള്ള ഒരു സൂത്രം കേട്ടോ, കാണിച്ചു തരാം. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. അത് ചെയ്യുമ്പോൾ തന്നെ അയൺ ചെയ്ത പോലെയും കാണും ഷർട്ടാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും. കണ്ടോ, ഇനിയിപ്പോൾ ഒരു ഹാങ്ങറിൽ ഇട്ടിട്ട് നമുക്ക് തൂക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ ടവൽ കണ്ടില്ലേ നല്ലോണം നനഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഈ ബനിയൻ ഇവിടെ ഇങ്ങനെ ജനലിൻ്റെ അടുത്തായിട്ട് ഇത്തിരി സ്പേസ് ഉണ്ട്, അവിടെ തൂക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം.
ചെറിയ തുണികൾ സോക്സ് പിന്നെ പാൻറ്റീസ് അങ്ങനത്തെയൊക്കെ ഉണങ്ങാൻ കുറച്ച് പ്രയാസമാണ്. ഇടാൻ സ്ഥലം ഉണ്ടാവില്ല, ക്ലിപ്പ് തികയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുള്ളതാണ് ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് എല്ലാ വീട്ടിലുണ്ടാവും. ഫ്രൂട്ട്സ് എടുത്ത് വെക്കാനോ പച്ചക്കറിക്കോ ഒക്കെ വാങ്ങിയതായിരിക്കും. ഇങ്ങനത്തെ മൂടിയും ഉണ്ടാവും ബാസ്ക്കറ്റിന് അടയ്ക്കണ. ചിലപ്പോൾ അത് അവിടെ ഇവിടെ കിടക്കുകയായിരിക്കും. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റാം. ഓക്കെ, നമുക്കതിന് ഇതും പിന്നെ പ്ലാസ്റ്റിക് കെയറോ നിങ്ങളുടെ കയ്യിൽ എന്താ കെട്ടാൻ പറ്റണ കയറുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ പ്ലാസ്റ്റിക് കയറാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇഴകൾ ഊരി വരും. അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് ഉരുക്കി കൊടുക്കണം. ഞാനിവിടെ തീപ്പെട്ടി കൊണ്ടാണ് ഉരുക്കുന്നത്. നമ്മളിങ്ങനെ കത്തിച്ച് ഉരുക്കുക. ഒന്നുകിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടോ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഉരുക്കിയാൽ അതവിടെ അങ്ങനെ ഒട്ടി നിൽക്കും, ഊരി വരില്ല. അങ്ങനെ നമ്മൾ എത്ര ലെങ്ത്ത് വേണോ അത്രയും തൂക്കാൻ പാകത്തിനുള്ള ഒരു ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ ഇതിൽ ഹോളൊന്നും ഇടണ്ടല്ലോ, ഓൾറെഡി ഹോൾസ് ഉണ്ട്. ഹോള് ഇല്ലാത്ത വല്ല തട്ട് പോലത്തെ ഇങ്ങനെ പെയിൻറ്റിൻ്റെ മൂടി അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഹോളുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനത്തെ സോക്സ് തൂക്കാനൊക്കെ ഉള്ളത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഹോളിലൂടെ ഇട്ടിട്ട് നമ്മൾ ഇത് തൂക്കാൻ പാകത്തിന് ആക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടാൽ നമുക്കിത് 2 ഹാൻഡിൽ പോലെ കിട്ടും. നമ്മളിതിങ്ങനെ തൂക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എവിടെയാണെങ്കിലും തൂക്കിയല്ലേ പറ്റുള്ളൂ. ഏതെങ്കിലും സൈഡിലോ ഏതെങ്കിലും റൂമിൻ്റെ കോർണറിലോ അല്ലെങ്കിൽ വലിയ ഹോളുണ്ടെങ്കിൽ അത് ആരും കാണാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് തൂക്കിയിട്ടാൽ തുണികൾ അവിടെ കിടന്ന് ഉണങ്ങിക്കൊള്ളും. ഒരു പ്രശ്നവുമില്ല. ഒത്തിരി സ്പേസൊന്നും എടുക്കില്ല. ഇങ്ങനത്തെ 3-4 ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ വാങ്ങാൻ കിട്ടും. പക്ഷേ അത് നമ്മൾ പൈസ കൊടുക്കണ്ടേ. ഇവിടെ ആണെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല. നമ്മൾ കളയാൻ വെച്ചതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്കിന് പകരം വേറെ എന്തെങ്കിലും നൂലോ കയറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്ലാസ്റ്റിക് കയർ എനിക്കിവിടെ യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഹാൻഡിൽ പോലെ കിട്ടിയിട്ടുണ്ട്. തൂക്കാൻ പാകത്തിനുള്ള ഒരു റോപ്പായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസത്തിൽ നമുക്കിത് തൂക്കിയിടാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലിപ്സുകൾ തൂക്കാൻ, അതായത് സോക്സൊക്കെ തൂക്കിയിടണമല്ലോ, അതിന് ഇഷ്ടം പോലെയാണ് ഇതിൽ ഹോൾസ്. നമുക്ക് എത്ര വേണമെങ്കിലും ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ സമാസമം വെട്ടിയെടുത്തിട്ട് ഈ ഹോളിലൂടെയൊക്കെ ആക്കിയിട്ട് തൂക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്ത വല്ല മൂടിയാണെങ്കിൽ ഒരു കമ്പി എടുത്ത് ചൂടാക്കിയിട്ട് കുറേ ഹോൾസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒത്തിരി ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കണില്ല. നമുക്കിനി കുറേ നൂലുകൾ ഒന്നുകിൽ സമം വലിപ്പത്തിലും അല്ലെങ്കിൽ പല വലിപ്പത്തിലായാലും കുഴപ്പമില്ല. മേലെയും താഴെയായിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഉണങ്ങി കിട്ടാൻ അതായിരിക്കും സൗകര്യം. കുറച്ച് സമത്തിലും കുറച്ച് അതിനെക്കാട്ടിലും വലിപ്പത്തിലും ഒക്കെ ആക്കിയിട്ട്, കാരണം ധാരാളം സ്പേസ് ഉണ്ട് ഈ മൂടിയിൽ. ഒത്തിരി ഹോൾസാണുള്ളത്. അപ്പോൾ നമുക്ക് ഒത്തിരി തുണികൾ ഉണക്കാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ മടക്കുന്നു. ഒരേ വലിപ്പത്തിലാണ് ഇപ്പോൾ കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലും കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നവും ഇല്ല. തുണി ഉണങ്ങണം, അത്രയല്ലേ ഉള്ളൂ നമുക്ക്. ഓക്കെ, പിന്നെ നന്നായിട്ട് കെട്ടാനും ഒക്കെ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഒരു സിമ്പിൾ വേ ആണ് കാണിക്കുന്നത്. ഓക്കെ, മുറിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഈ ഉരുക്കിയിട്ട് വേണമെങ്കിൽ മുറിക്കുകയും ചെയ്യാം. അറിയാമായിരിക്കും, പലർക്കും അറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉരുകിയ അറ്റം നമ്മളൊന്ന് ഇങ്ങനെ അഴ ഊരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരുക്കുന്നു. അങ്ങനെ നമുക്ക് ഈ മൂടിയുടെ ഉള്ളിലോട്ട് ഇട്ടിട്ട് കെട്ടുകെട്ടാക്കി വെക്കണം. അതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ക്ലിപ്പും കെട്ടണം. അതിൻ്റെ ആ നൂലിൻ്റെ അറ്റത്ത് ഓരോ ക്ലിപ്പും ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യത്തിനുള്ള നീളം വെച്ചിട്ട് പിന്നെ വെട്ടി ഉരുക്കി വെച്ചാലും മതിയാകും. ഒന്നും പ്രശ്നമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി എല്ലാം ആക്കിയതിന് ശേഷം ഓരോ മുറിച്ച് ഇതിൽ കെട്ടുന്നുണ്ടല്ലോ അതിലൊക്കെ ഓരോ ക്ലിപ്പും കൂടി അങ്ങോട്ട് തൂക്കണം. അത്ര തന്നെ. കണ്ടില്ലേ, ബാത്റൂമിലോ
നമ്മളിവിടെ ബാത്റൂമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ട് അതിൽ സോക്സുകളും കർച്ചീഫ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡ്രസ്സുകൾ, കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ തൂക്കാം. പിന്നെ വെയിറ്റ് ഇല്ലാത്ത നമ്മുടെ ടോപ്സ്, ചുരിദാർ ടോപ്പുകളൊക്കെ തൂക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത ടിപ്പിലോട്ട് പോയാലോ? അടുത്ത ടിപ്പും ഇങ്ങനെ തന്നെ ഏകദേശം നമ്മുടെ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റ് കൊണ്ടാണ്. അതും ആദ്യം ചെയ്തതുപോലെ തന്നെ അതിലും ഹോൾസ് ഉണ്ട്. ഇല്ലാത്തവർ ഹോൾസ് അങ്ങനെ ഇല്ലാത്ത ബാസ്ക്കറ്റ് ചുരുക്കമായിരിക്കും അല്ലേ, എങ്കിലും ഇതിൽ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ലെയറായിട്ട് ഇടാൻ പറ്റിയ വിധത്തിലാണ് ഇതിൽ ഉള്ളത്. ഇതിനും നമുക്ക് ഹാൻഡിൽ കൊടുക്കാം. തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാങ്ങർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 2 ഹാൻഡിൽ കൊടുക്കാം. അതിനുശേഷം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. റിബൺസ് കിട്ടും, റിബൺസ് ഉണ്ടെങ്കിൽ അതായാലും മതി. വീട്ടിൽ ചിലപ്പം പിള്ളേരൊക്കെ കെട്ടിയ റിബൺസ് കിടക്കുന്നുണ്ടാവും, അത് എടുത്ത് നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. നമ്മളിവിടെ വയർ തന്നെയാണ് എടുക്കുന്നത്, പ്ലാസ്റ്റിക് വയർ. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഒരു ഹാൻഡിൽ ഉണ്ടാക്കാം. ഹാങ് ചെയ്യാനുള്ളത് റെഡിയായി. ഇനി നമുക്ക് ക്ലിപ്സ് തൂക്കാം അല്ലേ. എല്ലാ ഭാഗത്തും ഇതിപ്പോൾ 1 2 3 തട്ടായിട്ടോ 4 തട്ടായിട്ടോ അതുപോലെ ചുറ്റും അടിയിലും ഒക്കെ തൂക്കാവുന്ന സൗകര്യമുള്ളൊരു ബാസ്ക്കറ്റാണ്. തന്നെയുമല്ല, ഈ ബാസ്ക്കറ്റ് നമ്മൾ മേലെന്തിനാണ് കെട്ടിയിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ തുണിയിടാം. അങ്ങനെ കൊച്ചു കൊച്ചു തുണികൾ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. പോളിസ്റ്റർ പോലത്തെ ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് അടിയിലും തൂക്കാം, സൈഡിലും തൂക്കാം. അങ്ങനത്തെ ഒരു ബാസ്ക്കറ്റാണിത്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ കാണും തീർച്ചയാണ്. നമ്മൾ ചിലപ്പോൾ അത് യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ട് മാറ്റി വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തതുണ്ടാകും. പഴയതാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിനായിട്ട് നമുക്ക് സൗകര്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ക്ലിപ്സുകൾ തൂക്കിയതിന് ശേഷം നമുക്കിതും ഏതെങ്കിലും കോർണർ, വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ നമുക്കിങ്ങനെ വെച്ചാൽ തുണികൾ ഉണക്കി കിട്ടും. നല്ല സൗകര്യമുള്ള ഒരു ഹാങ്ങറായിട്ട് നമുക്കിതിനെ മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല ചെറിയ തുണികളും ഈ ഹോൾസിലൂടെ ഒക്കെ ഉള്ളിലുള്ള തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. 5ാമത്തെ ടിപ്സിലേക്ക് പോകാം. അത് ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ്, ഉപ്പ് പൊടി, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളാരം കല്ലുകൾ കിട്ടുമല്ലോ, അത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ചുവട് കട്ടിയുള്ളൊരു പാത്രം, അലൂമിനിയം ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, കട്ടിയുള്ള പാത്രം എടുത്ത് അതിലോട്ട് ഇട്ടിട്ട് ഏത് ഭാഗമാണ് തുണി എന്താണ് ഉണക്കേണ്ടത് നമുക്ക് അതിൽ വെച്ച് ഇങ്ങനെ ഉരുതുക. അപ്പോൾ നമുക്ക് അതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. എന്താണ്, ഒന്ന് തുണി ഉണങ്ങുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അയൺ ചെയ്യേണ്ടതില്ല. അത്രയും നീറ്റായിട്ടുള്ളൊരു ഡ്രസ്സായിട്ട് കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഉണങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ അയണിങ്ങും നടക്കും. അപ്പോൾ 2 കാര്യമാണ് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്സ് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. ഷെയർ തീർച്ചയായിട്ടും ചെയ്യുക. അതോടൊപ്പം നമുക്ക് സപ്പോർട്ടിനായിട്ട് വേറെ ഒന്നുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം ഒന്ന് ഓൾ ഓപ്ഷനും കൊടുക്കുക. എന്നാലും നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.